ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വേദഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി ജൂലൈ 24 വ്യാഴാഴ്ച പുലർച്ചെ തീർത്ഥച്ചിറയിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബലിതർപ്പണത്തിനായി 10,000 എത്തിച്ചേരും. ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ മേൽശാന്തി മോനിഷ് തടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. പുലർച്ചെ 12:05 ബലിതർപ്പണം ആരംഭിക്കും. 500 പേർക്ക് വീതം ഇരിക്കാവുന്ന 2 പന്തലുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. KSRTC സ്പെഷ്യൽ സർവീസ് നടത്തും. ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ച അന്നദാന മണ്ഡപത്തിന്റെയും നവീകരിച്ച നടപ്പന്തലിന്റെയും സമർപ്പണം മന്ത്രി VN വാസവൻ നിർവഹിക്കും. മോൻസ് ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ സോണി, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, മെമ്പർ സിനി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മേൽശാന്തി മോനിഷ് തടത്തിൽ, വേദഗിരി ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി EK സനൽകുമാർ, സിനി ജോർജ്, ഉദയ് കല്യാൺപൂർ, സുധാ ചെന്നൈ എന്നിവർ പങ്കെടുത്തു. മധ്യകേരളത്തിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വേദഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കർക്കടക വാവുബലി പൂർവാധികം ഭംഗിയോടുകൂടി ഇക്കൊല്ലം നമ്മൾ ആചരിക്കുകയാണ്. ഇപ്പോൾ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരുപാട് തലമുറകൾക്ക് മുമ്പ് തൊട്ടേ ബലിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വേദഗിരി മണ്ണിൽ ഇക്കൊല്ലം നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു എന്താണെന്നൊരു തോന്നലുണ്ടാവാം. നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ ഇപ്പോൾ വേദഗിരിയിൽ പണ്ട് തൊട്ടേ ഇട്ടുകൊണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല തറകളായിരുന്നു. അതായത് ജാതീയ രീതിയിൽ അല്ലാതെയുള്ള രീതികളിൽ നിഷ്ഠപ്പെട്ടുള്ള പൂജാരിമാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന കർമ്മങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രീതിയിലാണ് അവിടെ ഒരു ക്രമീകരണം നടന്നുകൊണ്ട്. അതൊരു ഏകീകൃതമായിട്ടുള്ള ഒരു ക്രമീകരണം ഇല്ലായിരുന്നു. അപ്പോൾ ആ കൊല്ലത്തേക്ക് നമ്മൾ മാറ്റി ഇപ്രാവശ്യം നമ്മളൊരു ഏകീകൃതമായിട്ട് ഒരു ദേവസ്വത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ബലിയാണ് നമ്മൾ ഇപ്രാവശ്യം അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ ഇപ്പം തന്നെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. i4 News, ഏറ്റുമാനൂർ.